അതിഗംഭീര സ്വീകരണത്തോടെ 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുഷ്പ ദി റൂൾ തിയേറ്ററുകളിലേക്ക് എത്തി. 1 വർഷം മുമ്പ് പുറത്തിറങ്ങിയ ആദ്യ ടീസർ മുതൽ രാജ്യമെമ്പാടുമുള്ള സിനിമാ ആരാധകരെ സൃഷ്ടിച്ചാണ് പുഷ്പ 2 തിയേറ്ററുകളിലെത്തിയത്. അതായത് സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ റിലീസിന് മുമ്പ് തന്നെ ഇത്രയും ക്രൗഡ് പുള്ളിംഗ് സാധ്യമാക്കിയ ചിത്രത്തിന് കേരളത്തിലും വർണ്ണാഭമായ സ്വീകരണമാണ് ലഭിച്ചത്. 4 മണിക്ക് ഫാൻ ഷോകൾ ആരംഭിച്ചതു മുതൽ ആളുകളുടെ കുത്തൊഴുക്ക് തന്നെയാണ് കാണാൻ സാധിച്ചതും. സൂപ്പർ ഹിറ്റായ പുഷ്പയുടെ ആദ്യ ഭാഗം പറഞ്ഞു വെക്കുന്ന കഥയുടെ തുടർച്ച തന്നെയാണ് രണ്ടാം ഭാഗവും പറയുന്നത്. അല്ലുവിന്റെ പുഷ്പയും ഫഹദിന്റെ ഇൻസ്പെക്ടറും തമ്മിലുള്ള പോരാട്ടവും ഏറ്റുമുട്ടലുകളുമാണ് സിനിമയിൽ കഥയെ ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ പുഷ്പയാൽ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ബർവാൻ സിംഗ് അയാളുമായി ഒരു തുറന്ന പോരിന് ഒരുങ്ങുന്നതും അവർ തമ്മിലുണ്ടാകുന്ന ഈഗോ ക്ലാഷുകളും സിനിമയിൽ പ്രത്യേക ഹൈപ്പ് പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. ആ രസകരമായ കഥയെ വഴിയിൽ ഉപേക്ഷിച്ച് മറ്റൊരു കഥയിലേക്ക് പ്രവേശിക്കുന്നതാണ് പുഷ്പ 2. സിനിമയിലെ ആക്ഷനും ഡാൻസും ത്രില്ലിംഗ് പോയിന്റുകളും ഡയലോഗുകളും ഒരു അല്ലു അർജുൻ സുകുമാർ ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. അതുതന്നെയാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ ഡാൻസ് സീക്വൻസുകളുടെയും നായികമാരുടെയും ആവശ്യകത ചോദ്യം ചെയ്യുന്നത് യുക്തിയല്ല എന്ന് വിലയിരുത്തേണ്ടി വരും. ഇതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സിനിമയിലെ ദൈർഘ്യം തന്നെയാണ്. അതായത് 3 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം പ്രേക്ഷകരെ അത്രയും നേരം സീറ്റിൽ പിടിച്ചിരുത്താൻ ചില ഭാഗങ്ങളിൽ പാടുപെടുന്നതായി തോന്നുന്നുണ്ട്. കാരണം ആദ്യ ഭാഗത്തിൽ പുഷ്പയുടെ വളർച്ചയാണ് പ്രമേയമാക്കിയതെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ പുഷ്പയുടെ കുടുംബത്തിനും കുടുംബ ബന്ധങ്ങൾക്കുമൊക്കെയാണ് സംവിധായകൻ സുകുമാർ പ്രാധാന്യം നൽകിയത് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെയൊരു ഫ്ലോ ആണ് രണ്ടാം ഭാഗത്തിൽ കാണുന്നത്. ചെറിയ ഷോട്ടുകളിൽ പറയാവുന്ന കാര്യങ്ങളെല്ലാം വലിച്ചു നീട്ടി എഴുതിയിരിക്കുന്ന തിരക്കഥ അതേപോലെ തന്നെ സിനിമയിലും എടുത്തു വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നതായും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഡാൻസ്, ഫൈറ്റ്, ശരീരഭാഷ, ഡയലോഗ് തുടങ്ങിയ രംഗങ്ങളിലൊക്കെ അല്ലു അർജുൻ തന്റെ മാക്സിമം ആ പുഷ്പ എന്ന കഥാപാത്രത്തിന് വേണ്ടി പുറത്തെടുത്തിട്ടുണ്ട്. അതായത് അല്ലു അർജുൻ പെർഫോമൻസിൽ പുഷ്പയെ അതിഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ഫഹദിന്റേത്. ആദ്യ ഭാഗത്തിൽ ഫഹദ് സമ്മാനിച്ച ഇമേജ് പുഷ്പ 2വിൽ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ട്രെയിലറും ടീസറും പറഞ്ഞത്. പക്ഷേ ചിത്രം പുറത്തു വന്നതോടെ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ മലയാളികൾ കണ്ടുശീലിച്ച പ്രകടനമാണോ ഫഹദിൽ നിന്നുണ്ടായത് എന്ന ഒരു സംശയം ചെറുതായിട്ടുണ്ട്. അതായത് ഹൈപ്പർ ആക്റ്റീവായ സെൻസിറ്റീവായ ഒരു വില്ലനാണെങ്കിലും ആവേശത്തിലെ രംഗങ്ങളിൽ നിന്നും പുറത്തെടുക്കാത്ത ഫഹദിനെ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറ്റവാളികളോട് ഒരു തരത്തിൽ പോലും സഹതാപം കാണിക്കാത്ത ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആദ്യ ഭാഗത്തെങ്കിൽ രണ്ടാം ഭാഗത്തിൽ വരുമ്പോൾ ഫഹദിന്റെ ഇൻട്രോ വളരെ രസകരമായാണ് സംവിധായകൻ അവതരിപ്പിച്ചത്. എന്തായാലും പുഷ്പ എന്ന കഥാപാത്രം സിനിമയിൽ ഫയറായി മാറുന്നത് ഫഹദ് വരുമ്പോഴാണ്. കാരണം ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഫഹദ് പുഷ്പയോടുള്ള പകയൊക്കെ തന്റെ കണ്ണിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി സിനിമയിലെ മറ്റൊരു ഘടകം രശ്മിക മന്ദാനയാണ്. രശ്മിക മന്ദാന ശ്രീവല്ലി എന്ന പുഷ്പയുടെ ഭാര്യയുടെ കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത്. പുഷ്പ 1ലെ പോലെ അതിഗംഭീരമായ അഭിനയമോ പ്രാധാന്യമുള്ള സീനുകളോ ഒന്നും രശ്മികയ്ക്ക് രണ്ടാം ഭാഗത്തിലുമില്ല. ഇത് തീർച്ചയാണ്. ആദ്യ ഭാഗത്തിനെ അപേക്ഷിച്ച് കുറച്ച് ഡയലോഗെങ്കിലും രശ്മികയ്ക്കുള്ളത് രണ്ടാം പകുതിയിലാണ്. അനിമലിലെ കഥാപാത്രം ഇടയ്ക്കൊക്കെ രശ്മികയിൽ ഇതിൽ ഓടി വരികയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് സംവിധായകൻ ഇതൊക്കെ ചർച്ച ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഒന്നാം ഭാഗത്തിലേതുപോലെ തന്നെ ഒരു ഐറ്റം ഡാൻസ് സംവിധായകൻ രണ്ടാം ഭാഗത്തിലും കൊണ്ടുവന്നു. കിസിക് എന്ന ഗാനത്തിൽ ശ്രീലീലയാണ് സ്കോർ ചെയ്തത്. പുഷ്പയ്ക്ക് ആരാധകർ നൽകിയ സ്വീകാര്യതയും ട്രെയിലറും ടീസറും കാണാനെത്തിയ ജനസാഗരവും പ്രീ ബുക്കിംഗ് സെയിൽ കണക്കുകളും ചിത്രത്തിന് പ്രതീക്ഷകളുടെ അമിതഭാരം സൃഷ്ടിച്ചിരുന്നു. ഈ ഹൈപ്പിനനുസരിച്ച് അത് ശരിവെക്കുന്ന ആദ്യ ദിന കളക്ഷൻ ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. സമീപകാലത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ഇന്ത്യയിൽ മാത്രം ചിത്രം നേടിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പിന്നെ നാഷണൽ അവാർഡിൽ ഹൈപ്പ് കിട്ടിയതുകൊണ്ടാണോ എന്നറിയില്ല, വീണ്ടും ഒരു അവാർഡിന് വേണ്ട എല്ലാ ഘടകങ്ങളും കൃത്യമായ ഇടവേളകളിൽ പുഷ്പയിൽ ചേർത്തിട്ടുണ്ട്. പുഷ്പ എന്ന ചന്ദനക്കടത്തുകാരൻ അയാൾക്ക് അകമഴിഞ്ഞ രാജ്യസ്നേഹമുണ്ടെന്നും ചിത്രത്തിൽ കാണിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.